ആറ്റിങ്ങലിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നടത്തിയ ഉപരോധ സമരം കയ്യാങ്കളിയിലെത്തി. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റിയുടെ ആറ്റിങ്ങൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത നേതൃത്വത്തിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ കുടിവെള്ള പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ട ഏജൻസി വാട്ടർ അതോറിറ്റിയാണ്. എസ്റ്റിമേറ്റ് തുകയായ 2,79,00,000 രൂപ പദ്ധതിയുടെ നടത്തിപ്പിനായി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെയും ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ നിരന്തരം ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചത്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ പ്രദേശത്ത് ജനങ്ങൾ നേരിടുന്നത്. മാസത്തിൽ 2-3 പ്രാവശ്യം മാത്രമാണ് തീരദേശ ജനതയ്ക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. അതും കൃത്യമായി എല്ലാ പ്രദേശങ്ങളിലും എത്താറില്ല. ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പുതിയ ടാങ്ക് നിർമ്മിച്ച് അതിൽ വെള്ളം ശേഖരിച്ച് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം വരാത്ത സമയങ്ങളിൽ ടാങ്കിൽ നിന്നും കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കിയത്. ഈ പദ്ധതിക്ക് ആവശ്യമായ തുക ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായാണ് നൽകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു, ലിജ ബോസ്, സജി സുന്ദർ, സോഫിയ എന്നിവരാണ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഈ ഒരു സ്റ്റേജ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇത് മണ്ണ് പരിശോധിച്ചാൽ മാത്രമേ അവിടെ ടാങ്ക് കിട്ടാൻ കഴിയുന്നത്. സാങ്കേതികം ശരി തന്നെയാണ്. പക്ഷേ ആ സാങ്കേതികത്വം മനസ്സിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങളല്ല. പക്ഷെ അവർ ആ മണ്ണ് പരിശോധനാ സമയം വെച്ച് താമസിപ്പിച്ചിട്ട് അവസാനം മണ്ണ് പരിശോധനയിലേക്ക് പോയി. മണ്ണ് പരിശോധിക്കാൻ വേണ്ടി ഒരു മാസക്കാലം വേണ്ടി വന്നു. മണ്ണ് പരിശോധിച്ച് പിന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ ബന്ധപ്പെട്ട വാസ്കോ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഒരു ഏജൻസിയാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ആ ഏജൻസിക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി കൈമാറി. 2-3 മാസക്കാലം അതിൻ്റെ പിറകെ നടന്നു. ലഭ്യമാകാതെ വന്നപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആർ സുഭാഷ്, അദ്ദേഹം ഇതിൻ്റെ ബോർഡ് മെമ്പർ കൂടിയാണ്, അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ആസ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ എക്സിഒ അതിൻ്റെ ഉന്നത അധികാരികളെ വിളിച്ചു അതിന് അപ്പോൾ ഉടൻ തന്നെ ശരിയാക്കാമെന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ ഓഫീസിൽ വരുമ്പോൾ ഇവിടുത്തെ നമ്മളെ അവിടെ വിളിക്കുക, വാസ്കോയിൽ വിളിച്ചപ്പോൾ വളരെ മോശമായിട്ട് ഈയോട് സംസാരിക്കുന്നത് എനിക്ക് ടെലിഫോണിൽ കൂടെ കേൾക്കാൻ കഴിയുകയാണ്. നിങ്ങളുടെ താരാ പറഞ്ഞത് ഈ ബോർഡ് മെമ്പറെ കൊണ്ട് വിളിപ്പിക്കാനെന്ന്. അതുകൊണ്ട് വിളിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 6 മാസത്തിൽ കൂടുതൽ ആ എസ്റ്റിമേറ്റ് എടുക്കാൻ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതും നമ്മൾ ശ്രമിച്ചു. കാര്യം നമുക്ക് ആവശ്യം കുടിവെള്ളമാണ്, അവിടെ കുടിവെള്ളം കിട്ടിയേ പറ്റും. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുകയുണ്ടായി. അതിനുശേഷം അതെടുത്തതിന് ശേഷം വന്ന് ഞങ്ങൾ ഈ പൈസ മുഴുവൻ തുകയും 2,27,00,000 രൂപ അടച്ചു. ബാക്കി ഈ മാർച്ച് മാസം കഴിയുമ്പോഴേക്കും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബാക്കി തുക കൂടി അടയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഉപരോധ സമര പരിപാടിക്കിടെ വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ സുജിത്ത് ഉപരോധ സമരക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും സംഭവം കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. വിവരമറിഞ്ഞ ആറ്റിങ്ങൽ SHO മുരളീകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. അങ്ങനെ ഇറങ്ങണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്. കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ട. സമരം ചെയ്യാറുണ്ടല്ലേ? ഇങ്ങനെ കയറി പോയാൽ നീയൊക്കെ എന്തെങ്കിലും കാണിക്കും. നാളിത് പേര് അതിന്റെ പ്രോസസ്സിംഗ് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് നേരിട്ട് ഞാൻ പറയുകയും ചെയ്തു. അത് പറഞ്ഞ കാഴ്ച ഉണ്ടായി.
ഇപ്പോഴൊന്ന് ഫയൽ അവിടെ കിടക്കുകയാണ്. സംഭവത്തെ തുടർന്ന് ഇരു കൂട്ടരും ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ലെനിൻ, മുൻ നഗരസഭാ ചെയർമാൻ എം പ്രദീപ്, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രബോസ്, അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് പ്രവീൺ ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഉന്നത അധികാരികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ജനുവരി 6-ാം തീയതി ടെൻഡർ നടപടികൾ ആരംഭിക്കാമെന്ന് ഉറപ്പ് രേഖാമൂലം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ജനപ്രതിനിധികൾ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു പഴയ ആ പേപ്പർ ഏത് അവസ്ഥയിൽ കിടക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുക സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് ഇരിക്കേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇയെ സംബന്ധിച്ച് ഈ എല്ലാവരും മറുപടി പറയേണ്ട എസ് സി ആണ്. അത് എസ് സിയുടെ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറഞ്ഞാലേ നമുക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരും ഇടപെട്ടുകൊണ്ട് അവർ പറഞ്ഞത് നാളെ ടെൻഡർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ ടെൻഡർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് രേഖാമൂലം എഴുതി വയ്ക്കണം. അങ്ങനെ ഇപ്പോൾ ഈയുടെ ഓഫീസിൽ നിന്ന് മെയിൽ ചെയ്തു, നാളെ ടെൻഡർ ചെയ്ത് 17-ാം തീയതി ഓപ്പൺ ചെയ്യാൻ നമ്മുടെ നടപടി പൂർത്തിയാക്കാമെന്ന് വരുന്നത്. അപ്പോൾ ആലോചിക്കേണ്ടത് ഇങ്ങനൊരു സമരം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇരിപ്പ് വേണ്ടി വന്നു നാളെ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടി. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പേരറിയില്ല, അദ്ദേഹത്തിന് നമ്മൾ സമരം ചെയ്ത് ഇരിക്കാൻ വന്ന സമയം മുതലേ വല്ലാത്തൊരു അസ്വസ്ഥനായിരുന്നു. ബാക്കി ആർക്കുമില്ല. ഞങ്ങൾ ഏതാണ്ട് 23,000 വരുന്ന ജനസംഖ്യയുടെ കുടിയുള്ള വിഷയം പരിഹരിക്കപ്പെടാനോ അത് ചർച്ച ചെയ്യപ്പെടാനോ നമ്മളിവിടെ വന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇതിന് അവരിയ്ക്കാൻ പോലും അവർ നമ്മൾ ഇരുന്നപ്പോൾ എന്നാലും വല്ലാത്ത അസ്വസ്ഥയാണ്. 2-3 പ്രാവശ്യം ഞങ്ങൾ ഇരിക്കാനടുത്തേക്ക് കയറി വന്നു. ഒരു നിരന്തരമായി ഞങ്ങളെ പ്രകോപിച്ചു കൊണ്ടുവരികയും ഞങ്ങളുടെ ദിവസം ഞങ്ങളത് ഈ ഇറങ്ങി പോകരുത്, ഞങ്ങൾ സമരമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെല്ലുവിളിക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളയുന്ന സാഹചര്യങ്ങളുണ്ടായി. തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റായ എന്നെ പരസ്യമായിട്ട് ഒറ്റയ്ക്ക് അടിക്കാൻ വെല്ലുവിളിക്കുക വരെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇരിക്കുന്ന കച്ചേരിയും ആ സാധനങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഇത്രയും ഒതുങ്ങി കൊണ്ട് പോകുന്ന സാധനമുണ്ട്. വളരെ മോശമായ ഒരു സമീപനമാണ് ജീവനക്കാരൻ്റെ ഭാഗത്തുണ്ടായത്. വേണ്ടി വന്നാൽ ജീവനക്കാർക്കെതിരെ പരാതി കൊടുത്ത് പോകുന്നു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.